മൂവാണ്ടൻ മാവിനാണ് പരിചയപ്പെടുത്തുന്നത്. ഇതാ നല്ല മാങ്ങ, ചെറിയ മാവിൻ്റെ മുകളിൽ തന്നെ ഇത് മാങ്ങ ഉണ്ടാവുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് ഒരുപാട് മാവിൻ്റെ മുകളിൽ മാങ്ങ ഉള്ള മാവുകൾ ഞങ്ങൾ വിൽപ്പനക്കൊല്ലം നടത്തിയാണ്. അതിലൊരു ചെറിയ മാവ് മാത്രം ഇവിടെ കിടന്നത്, ഇവിടെ ഈ സൈഡിൽ കിടന്നതാണിത്. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ മാങ്ങ ഉണ്ടായത്. ഇത് വീട്ടുമുറ്റത്തൊരു മാവ് വെക്കുകയാണെങ്കിൽ മൂവാണ്ടൻ ഒരു പരിഗണന കൊടുക്കാം. നമ്മൾക്ക് ആദ്യം പരിചയമുള്ളൊരു മാവാണ് മൂവാണ്ടൻ. കേരളത്തിൽ ആ മൂവാണ്ടൻ പരിചയമില്ലാത്ത ആളുകൾ വളരെ അപൂർവമാണ്. മൂവാണ്ടൻ മാങ്ങ തിന്നാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാൻ സാധ്യത കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. മൂവാണ്ടൻ എല്ലാ വീടുകളിലായിട്ട് ബന്ധമുള്ള മാവുകളാണ്. പല ഭാഗങ്ങളിലും മൂവാണ്ടനാണ് ഏറ്റവും കൂടുതൽ മാങ്ങയുള്ളത്. മൂവാണ്ടൻ മാവിൻ്റെ മുകളിലാണ് കൂടുതൽ മാങ്ങയുള്ളത്. അതുകൊണ്ട് തന്നെ മൂവാണ്ടനെ കൂടുതൽ നമ്മൾ പരിചയപ്പെടുത്തേണ്ടതില്ല. പക്ഷെ വീട്ടുമുറ്റത്തൊരു മാവ് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് മൂവാണ്ടന് കൊടുക്കുക. വേനലിലൊക്കെ ഇപ്പോൾ കാലത്ത് നന്നായിട്ട് മാവ് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉയരം കുറച്ച് കൊണ്ടുപോകുന്ന രീതിയിലൊക്കെ പ്രൂണിങ്ങൊക്കെ നടത്തി കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല മാങ്ങ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും മൂവാണ്ടൻ മാവിൽ നിന്ന്. മൂവാണ്ടൻ മാവ് സെറ്റ് ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ബാരലിലൊക്കെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇത് കണ്ടില്ലെങ്കിൽ ഇതൊരു ചെറിയ കവറിലാണ്. ഇതിനാകെ 15 കിലോ വെയിറ്റ് അതിന് ആ കവറിന് മൊത്തത്തിലുണ്ടാവുള്ളൂ. ഇപ്പോൾ അതിലേറെ 7 കിലോ 6 കിലോ ഉള്ള സാധനത്തിൻ്റെ മുകളിലാണ്, ആ മണ്ണിലാണ് ആ മാവ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു ഹാഫ് ബാരൽ വാങ്ങി മാവ് ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പ് തരാം, ഞങ്ങളുടെ അടുത്തൊരു തൈ വാങ്ങി കൊണ്ടുപോയി നിങ്ങൾ വെച്ച് നിങ്ങൾ വീട്ടുമുറ്റത്ത് വെച്ചാൽ അടുത്ത കൊല്ലം അല്ലെങ്കിൽ അതിന് പിറ്റത്തെ കൊല്ലം നിങ്ങൾക്ക് എന്തായാലും മാങ്ങ കിട്ടും. നല്ല രുചിയുള്ളൊരു മാങ്ങ. ഇത് നമ്മൾ കുട്ടികളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് എന്നും ആ മണ്ണും പ്രകൃതിയുമായിട്ടുള്ളൊരു ബന്ധം നിലനിൽക്കുന്ന രീതിയിൽ. ഇപ്പം ഇന്നലെ എനിക്കൊരു അനുഭവം എന്താ പറഞ്ഞാൽ, ഒരു 22,000 റുപ്യ സാധനം വാങ്ങാൻ വന്ന കൂടെ വന്ന 2 കുട്ടികളാണ്. ആ കാക്കാൻ്റെ 2 കുട്ടികളുണ്ടായിരുന്നു. ഞാനപ്പം പറഞ്ഞ ആ കുട്ടികളോട് ഇന്നലെ ഉണ്ടായൊരു അനുഭവമാണ് പറയുന്നത്. എനിക്ക് എന്നും ഇവിടുന്ന് എത്ര അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവുകയാണ്. ഈ കുട്ടികളെ ഉപയോഗിച്ചിട്ട് വേണോ കാക്കത്, ഞാൻ ഓർക്ക് വേണ്ടി തന്നെ അത് ചെയ്യേണ്ടത്, ഓലെ കൊണ്ടേ ചെയ്യിപ്പിക്കുകയുള്ളൂ എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. കാരണം എന്താ പറയുക, കുട്ടികളെ ഇത്തരം കാര്യങ്ങളിലേക്ക് കുറേ കാലങ്ങളായിട്ട് ഒന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ കുട്ടികളെ പ്രകൃതിയുമായി ഇണക്കി ചേർക്കേണ്ടതുണ്ട് എന്ന ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ രക്ഷിതാക്കൾ തന്നെ മാറിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. കൃഷിയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അറിയിക്കുന്നത്. അപ്പം എത്രയൊക്കെ വേതനം, എന്തെല്ലാം ശമ്പളം, എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും കൃഷി ചെയ്യാതെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ വീട്ടുമുറ്റത്തു നിന്നൊരു പഴം പറിച്ചെടുത്ത് തിന്നുന്നതിൻ്റെ ഒരു പ്രത്യേക രുചി ഉണ്ടായിരിക്കും. അത് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകൾക്കൊക്കെ തന്നെ നല്ലത് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങി നടുന്നത് നന്നായിരിക്കും. വാങ്ങി നടുകയാണെന്ന് വെച്ചാൽ മൂവാണ്ടൻ ഈ മാവൊക്കെ വാങ്ങി നടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതിൻ്റെ തൈ അണ്ടി മുളപ്പിച്ച് കുഴിച്ചിട്ടാൽ തന്നെ 3 കൊല്ലം കൊണ്ട് കായ്ക്കേണ്ടതാണ്. അതുകൊണ്ടാണ് മൂവാണ്ടൻ എന്ന് പറയാനുള്ള കാരണം, ആ പേര് കിട്ടാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. എന്താണെങ്കിലും ഇത്തരം ഒരു മാവിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെ തൈകൾ ഞങ്ങളെടുത്തിട്ടുണ്ട്. ഓൺഗ്രോണിൻ്റെ തൈ തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങളെടുത്ത് നല്ല തൈകളുണ്ട്. ഓൺഗ്രോണിൻ്റെ കമ്പനി തൈകൾ തന്നെ നല്ല തൈകളുണ്ട്. ചെറിയ വിലക്ക് കൊടുക്കാൻ 200-250 നല്ല തൈകൾ ഞങ്ങളെടുത്ത് വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇത്തരം സാധനങ്ങളൊക്കെ ഞങ്ങളെടുത്ത് ഒരുപാട് തൈകളുള്ളത് കൊണ്ട് എപ്പോൾ വന്നാലും ആളുകൾക്കത് കൊണ്ടുപോകാം. നല്ല രീതിയിൽ ഇത് കൃഷി ചെയ്യുകയാണെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ കുട്ടികൾക്ക് മാങ്ങ പറിച്ചെടുക്കാൻ കഴിയും. അതൊരു വലിയ സന്തോഷം ഉണ്ടാക്കുന്നതാണ്. നമ്മൾ പല കളിപ്പാട്ടും വാങ്ങി കുട്ടികൾക്ക് കൊടുക്കും. അതിനൊക്കെ ഉപരിയായി ഒരു നല്ല മാവിൻ്റെ തൈയോ അതുപോലെ തന്നെ ഒരു പ്ലാവിൻ്റെ തൈയൊക്കെ വാങ്ങിക്കൊടുത്താൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ഇതിൻ്റെ ഈ ഉൽപ്പന്നം കിട്ടുമ്പോൾ കുട്ടികളെ സന്തോഷത്തിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിയും. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക. മൂവാണ്ടൻ്റെ തൈകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. മൂവാണ്ടൻ്റെ ചെറിയ തൈകളോ വലിയ തൈകളൊക്കെ വേണമെങ്കിൽ വാങ്ങാം. ഇനിയിപ്പോൾ നാളെ 2 ദിവസത്തിനുള്ളിൽ ഓൺഗ്രോണ്ടിൻ്റെ തൈ വരാണ്ട്, അടുത്ത ഏപ്രിൽ 1-ാം തീയതി എന്താണെങ്കിലും ഓൺഗ്രോണ്ടിൻ്റെ തൈകൾ വരും. നല്ല തൈകൾ കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അത്തരം തൈകളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. മാവിൻ്റെ എല്ലാ ഇനം തൈകളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഏതെങ്കിലും വേണമെങ്കിലും നോക്കി എടുത്ത് കൊണ്ടുപോകാം. അപ്പോൾ മൂവാണ്ടൻ വേണമെന്ന് ആരെങ്കിലും നടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ തന്നെ അത് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. ഒരു ബാരലൊക്കെ ആണെങ്കിൽ വീടിൻ്റെ പരിസരത്ത് തന്നെ ചെയ്യാൻ പറ്റും. നന്നായിട്ട് മാങ്ങ ഉണ്ടാവും. ഞങ്ങളെ പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൻ്റെ നമ്പർ ഞാൻ ഒന്ന് പറയാം. 94 97 660 440. ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇത്തരം വിവരങ്ങളൊക്കെ അറിയാൻ കഴിയും. അതായത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളാണെങ്കിൽ പോലും എന്നോട് ചോദിച്ചാൽ ഞാൻ മറുപടി തരാം.